സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, എങ്ങനെയാണ് ഇത്രയും വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കുവാൻ ഗോവിന്ദചാമിക്ക് വസ്ത്രങ്ങൾ കിട്ടിയത്, ഈ സമയം കിട്ടിയത് എങ്ങനെയാണ്? ആക്സ് ബ്ലേഡ് അടക്കമുള്ളവ എങ്ങനെയാണ് ജയിൽ മുറിക്കുവാൻ, അവിടെ കമ്പികൾ മുറിക്കുവാൻ ഗോവിന്ദചാമിക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ കിട്ടിയത് എന്നുള്ള ഏറ്റവും ഗൗരവതരമായ ചോദ്യമാണ് ഉയരുന്നത്. ജയിൽ വകുപ്പിന്റെ ഗുരുതര വീഴ്ച തന്നെയല്ലേ ഇവിടെ വെളിവാകുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇത് കൃത്യമായ ആസൂത്രണം നടത്തിയ ഒരു ജയിൽ ചാട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. കാരണം 2 ആഴ്ച മുൻപ് തന്നെ ഗോവിന്ദചാമിയുടെ സ്വഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിരുന്നു. അയാൾ ഉദ്യോഗസ്ഥർക്കെതിരെ മലം എറിയുന്നുണ്ടായിരുന്നു. അതായത് അയാളുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥർ ആരും വരരുതെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. അതിന് കാരണം ഇയാൾ ഈ ജയിലിന്റെ സെല്ല് മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആക്സോ ബ്ലേഡ് ഇയാളുടെ കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളതാണ്. അതായത് 2 ദിവസം കൊണ്ടാണ് ഇയാൾ ഈ സെല്ല് മുറിച്ചു മാറ്റിയത്, ഈ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയത്. അപ്പോൾ 2 ആഴ്ച മുൻപ് തന്നെ മലം ഉദ്യോഗസ്ഥർക്ക് നേരെ എറിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമിയുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നില്ലായിരുന്നു. മാത്രമല്ല, ഗോവിന്ദചാമിക്ക് സുരക്ഷ ഇയാളെ നിരീക്ഷിക്കേണ്ടിയിരുന്നത് 4 ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു അസിസ്റ്റന്റ് പ്രിസണർ, കൂടാതെ 2 ഡെപ്യൂട്ടി പ്രിസണർമാർ, കൂടാതെ ഒരു പെട്ടെന്നുള്ള ഒരു വാർഡൻ, അതായത് ഒരു സ്പെഷ്യൽ ഗാർഡ്, വാർഡനല്ല സ്പെഷ്യൽ ഗാർഡ്. അങ്ങനെ 4 പേരായിരുന്നു ഇയാൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടിയിരുന്നത്. ഈ 4 പേരുടെ നിരീക്ഷണത്തിൽ വേണം ഗോവിന്ദചാമി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഈ 4 പേരും ഇയാളെ നിരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് പ്രിസണർ കൂടാതെ സ്പെഷ്യൽ ഗാർഡും ഇവർ രാത്രി ഒരു അപ്രതീക്ഷിത വിസിറ്റ് ഇയാളുടെ മുറിയിൽ നടത്തണം എപ്പോഴും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നറിയണം. രാത്രി ജയിൽ ചാടാനുള്ള അവസരങ്ങൾ നിഷേധിക്കണം. എല്ലാ ദിവസവും രാവിലെ ഇയാളുടെ മുറി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള പരിശോധന നടന്നിട്ടില്ല. നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രി 1:15 ഗോവിന്ദചാമി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അത് ഈ സെല്ലിലെ കമ്പി അറുത്തുകൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ട് ഇയാൾ ചെയ്യുന്നത് എന്താകട്ടെ, ആ ജയിലിലെ തന്നെ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡ്രമ്മിൽ ചവിട്ടിക്കൊണ്ട് അവിടുത്തെ മറ്റൊരു മതിൽ ചാടി ഈ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ ഇടുന്നതിന് വേണ്ടിയുള്ള സെല്ലിനടുത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ഈ പുതപ്പും കമ്പിളിയും എല്ലാം ഇയാൾ ശേഖരിക്കുന്നു. പിന്നീട് അവിടെ തന്നെയുള്ള ഒരു മരത്തിനെ ചുറ്റിപ്പറ്റി മതിലിന് മുകളിലെത്തുന്നു. മതിലിന് മുകളിലെത്തിയിട്ടാകട്ടെ അവിടെ വൈദ്യുതി ഘടിപ്പിച്ചിട്ടുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ വൈദ്യുതി ഫെൻസിങ്ങിൽ ഈ കമ്പിളി കെട്ടിക്കൊണ്ടാണ് ഇയാൾ താഴേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ ഫെൻസിങ് പോലും പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഇത്തരം ജയിലുകളിൽ ഫെൻസിങ്ങുകളിൽ എപ്പോഴും വൈദ്യുതി കടന്നു പോകണം. പ്രത്യേക സുരക്ഷാ ജയിൽ തൃശ്ശൂരിലെ സെൻട്രൽ ജയിലുകളിലെല്ലാം തന്നെ ഇത് വേണമെന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ ആരും, കണ്ണൂർ ഇത്രയും വലിയ ഈ പ്രതികളുള്ള ഈ കണ്ണൂർ ജയിലിൽ അവിടുത്തെ ഫെൻസിങ്ങിൽ വൈദ്യുതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു ഉദ്യോഗസ്ഥൻ 6 തടവുകാരെയാണ് നിരീക്ഷിക്കേണ്ടിയിരുന്നത്. ഗോവിന്ദചാമിയുടെ കാര്യത്തിലാകട്ടെ 4 ഉദ്യോഗസ്ഥർ വേണം ഗോവിന്ദചാമിയെ നിരീക്ഷിക്കാൻ. പക്ഷേ ഗോവിന്ദചാമിയെ 4 ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ജയിൽ വകുപ്പിന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഗോവിന്ദചാമി ഉദ്യോഗസ്ഥർക്ക് അടുത്തേക്ക് വരാതിരിക്കാൻ മലം വാരി എറിയുമ്പോൾ എന്താണ് ഇയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമെന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടിയിരുന്നു. അവിടെയും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പകരം ഇയാൾ, നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഗോവിന്ദചാമി എന്ന് പറയുന്നത് മുംബൈയിലെ പൻവേൽ ഗ്യാങ്ങിന്റെ ഭാഗമാണ്. നമ്മൾക്കറിയാം, ഏറ്റവും കുപ്രസിദ്ധമായ സംഘമാണ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റോബറി നടത്തുന്നതിൽ ഏറ്റവും കുപ്രസിദ്ധമായ സംഘമാണ് മുംബൈയിലെ പൻവേൽ ഗ്യാങ്. ആ പൻവേൽ ഗ്യാങ്ങിന്റെ സംഘമായിട്ടുള്ള ഗോവിന്ദചാമി ഇന്നലെ 1:15 രക്ഷപ്പെട്ടിട്ട് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി മാത്രമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ആ കാര്യം അറിയുന്നത്. അതായത് 5 മണിക്കാണ് അവിടെ വിസിറ്റ് നടത്തേണ്ട ഗാർഡൻ, സ്പെഷ്യൽ ഗാർഡൻ അവിടെ വിസിറ്റ് നടത്തുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഗോവിന്ദചാമി രക്ഷപ്പെട്ടെന്നുള്ളത്. പിന്നീട് സൂചിപ്പിച്ചതുപോലെ 2 മണിക്കൂർ ജയിലിനകത്ത് തന്നെ ഇവർ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ 7 മണിയോടുകൂടിയാണ് പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം പോലീസ് അറിയുന്നതാകട്ടെ 7 മണിയോടുകൂടിയാണ്. 1 മണി മുതൽ 7 മണി വരെയുള്ള സമയം ഗോവിന്ദചാമിക്ക് ലഭിക്കുകയാണ്. ഇത്രയും അധികം കുപ്രസിദ്ധരായിട്ടുള്ള ഗോവിന്ദചാമി രക്ഷപ്പെടുന്നത് 6 മണിക്കൂറുകൾ അയാൾക്ക് സമയം ലഭിച്ചു. അയാൾക്ക് പുറത്തു നിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത്. കാരണം ഗോവിന്ദചാമിക്ക് ഈ രീതിയിലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പല കൈ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് സഹിൻ ഉയരുന്നത്.